മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തർക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പ് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ആവശ്യമായ മരുന്നുകൾ എല്ലാം ഇതിനകം സജ്ജീകരിച്ചിട്ടുണ്ട്. മകരവിളക്ക് മഹോത്സവ ദിനങ്ങളിൽ അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനു വേണ്ടി മെഡിക്കൽ ഓഫീസർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒരു റിസർവ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം ഹിൽ ടോപ്പ്, ഹെയർപിൻ വളവ്, ഹിൽ ഡൗൺ, ദേവസ്വം പെട്രോൾ പമ്പ്, ത്രിവേണി പാലം, KSRTC ബസ് സ്റ്റേഷൻ, ചക്കുപാലം, ചാലക്കയം, അട്ടത്തോട് എന്നിവിടങ്ങളിൽ ലഭ്യമാക്കും. മരുന്നുകൾ, ബ്ലീച്ചിംഗ് പൗഡർ മുതലായവ പമ്പയിൽ ആവശ്യാനുസരണം ശേഖരിച്ചിട്ടുണ്ട്. മണ്ഡല മഹോത്സവം അവസാനിച്ചപ്പോൾ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, നീലിമല, അപ്പാച്ചിമേട്, കോന്നി, പന്തളം, ചരൽമേട്, ചെങ്ങന്നൂർ, എരുമേലി തുടങ്ങിയ ഇടങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ 1,54,739 അയ്യപ്പ ഭക്തരാണ് ചികിത്സ തേടിയത്. മണ്ഡലകാലത്തിനോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ വിവിധ ഹോസ്പിറ്റലുകളിൽ സേവനത്തിന് വേണ്ടി വന്ന് അയ്യപ്പ ഭക്തരുടെ കണക്കുകളാണ് താഴെ പറയാൻ പോകുന്നത്. അതിൽ മൊത്തം രോഗികളായിട്ട് വന്നേക്കുന്ന 1,54,739 പേരാണ്. ഇത് പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, നീലിമല, അപ്പാച്ചിമേട്, കോന്നി, പന്തളം, ചരൽമേട്, ചെങ്ങന്നൂർ, എരുമേലി തുടങ്ങിയ ഹോസ്പിറ്റലുകളിൽ ഉള്ള കണക്കുകളാണ്. സന്നിധാനം സർക്കാർ ആശുപത്രിയിൽ മാത്രം 56,272 പേർക്കും പമ്പ ആശുപത്രിയിൽ 23,687 പേർക്കുമാണ് ഇതുവരെ ചികിത്സ നൽകിയത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.